80 രൂപ ചിലവാക്കിയാലേ ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടിൽ അങ്ങോട്ട് വളർത്താം. എന്താ സംശയമൊന്നുമില്ല. ഇതുണ്ട്, നമ്മളിപ്പോൾ ഇത് ഈ കോൺക്രീറ്റിൻ്റെ ഒരു പോസ്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഒരു 800-900 രൂപ വേണം. അപ്പോൾ 10 എണ്ണം മേടിക്കണമെങ്കിൽ 8000. അപ്പോൾ നിങ്ങൾ അത്രയ്ക്കൊന്നും പൈസ ചിലവാക്കണ്ട. ഇതുണ്ടല്ലേ, ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതിയാവും. അപ്പോൾ വല്ലവൻ്റെയും പറമ്പിൽ ഇത് നിൽക്കുന്നത് കണ്ടിട്ട് കൊതിച്ചിട്ട് കാര്യമില്ല, അവൻ പണിയെടുത്തുണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കിത് ചെയ്യുന്നുണ്ടെങ്കിൽ വെറും 80 രൂപ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഭാര്യ സബിത പറയണ ഇതുപോലെ പോസ്റ്റ് ഒന്നും വേണ്ട ചേട്ടാ, നമുക്ക് കുറച്ച് കരിശുമ്മ കുറച്ചും കൂടി ഇട്ട് കൊടുക്ക്, എന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കാൻ പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, കരിശുമരത്തുമ്മയും ഒന്ന് കൃഷി പരീക്ഷിച്ചാലോ, ഇതുപോലെ പോസ്റ്റ് ഒന്നും വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് ഇത് കണ്ട പഴുത്തത് എന്താ ഭംഗി, ഇതിൻ്റെ രുചി അത് അപാരതാണ്. അപ്പോൾ ഞാൻ ഒരു കരിശുമരത്തിൻ്റെ കൊമ്പ് മുറിക്കണം. അപ്പോൾ നമ്മൾ ഈ മരത്തുമ്മ കയറുമ്പോണ്ട കയറും കൊണ്ട് പോവുക. എന്തിനാ വെച്ചാൽ ഈ കാറ്റത്ത് ചിലപ്പോൾ ഈ മരത്തിൻ്റെ കൊമ്പ് കിട്ടുമ്പോൾ അവന് ഇഷ്ടമുള്ളിടത്തേക്ക് വീഴും. അപ്പോൾ താഴത്ത് കണ്ട കണ്ണൻ വാഴയുണ്ട്, ഏറാടനുണ്ട്, പൂവനുണ്ട്, ഏത്തവാഴയുണ്ട്, റോബസ്റ്റ് ഉണ്ട്, ഞാലിപ്പൂവനുണ്ട്, ഒരു 7-8 തരം വാഴകൾ താഴെ വെപ്പുണ്ട്. അതിൻ്റെ മേലൊന്നും വീഴാണ്ട് ഇവനെ ഒരു നല്ല സ്ഥലത്തേക്ക് വീഴ്ത്തണം. അതിനാണ് കണ്ടോ. അപ്പം ഞാൻ കയറിട്ട് കെട്ടി ഇതുപോലെ വെട്ടുമ്പോൾ നമ്മൾ ചുറ്റിനും വെട്ടി കൊടുക്കുക. ഒരു സൈഡ് മാത്രം വെട്ടിയാണെങ്കിൽ ഇതങ്ങോട്ട് പൊളിഞ്ഞു വീഴും. അപ്പോൾ അത്രയും ഏരിയ നമുക്ക് കളയേണ്ടി വരും ഈ വടി. അപ്പോൾ ഇത് കെട്ടാൻ കണ്ട ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഭാര്യ സബിതയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. വീഡിയോ ക്യാമറ അവളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്യാമറ പിടിച്ചാൽ കാരണം ഇതിനൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ നമ്മളുണ്ടോ ഇതുപോലെ കയറ് കെട്ടാം. അതിപ്പോൾ ഈ ലോറിക്കാർക്കും വണ്ടിക്കാർക്കൊക്കെ അറിയാം ഇങ്ങനെ കയറ് കെട്ടണ രീതി. കാരണം ഡ്രൈവർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഇതൊക്കെ കെട്ടി പോകണല്ലോ. പണ്ടൊക്കെ കിളിയുണ്ട്, ഇപ്പോൾ കിളിയില്ല, ആരുമില്ല. ആകെ എത്ര വലിയ ട്രെയിലർ പോകണമെങ്കിലും ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനൊക്കെ ഇത് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ വലിച്ചു കിട്ടും. കണ്ട കണ്ട വലിക്കുമ്പോൾ വരണ വരവ് കണ്ട. അപ്പം നമ്മളിതിങ്ങനെ കെട്ട എത്ര വലിക്കണം അത്രയും ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ കൂടുതൽ വരുന്നില്ല, കാരണം ഇനി കണ്ടോ ഇതുപോലെ ഒന്ന് കെട്ടി വയ്ക്കുക. വെറുതെ അതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്താൽ മതി, സാധനമൊന്നും വീഴില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഇനി ഒന്ന് വലിച്ചാൽ മതി, അവൻ നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് വരും. കണ്ടോ അതങ്ങോട്ട് വീണു. അപ്പോൾ ഒരു തേക്ക് മരത്തുമ്പോൾ ഒന്ന് തടഞ്ഞു, കാരണം ഞാൻ പറഞ്ഞല്ലേ ഇവിടെ നിറച്ച് മരങ്ങളാണ്. അപ്പോൾ കരിശിൻ്റെത് കണ്ടോ നമ്മളൊരു 8 അടി നീളത്തിൽ മുറിച്ചെടുക്കും ഓരോ പീസുകൾ. പിന്നെ ചെറിയ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് വല്ല കുരുമുളക് ഇടാനൊക്കെ എടുക്കാം, കുരുമുളക് ചെടി വളർത്താനായിട്ട്. അപ്പോൾ ഇത് നല്ല തടിയുള്ളത് എടുത്തു. അപ്പോൾ ഉണ്ടോ ഒരു കയറ് നമ്മൾ ഒരറ്റത്ത് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും വെയിൽ കിട്ടണം അവന്. അപ്പം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് അതിൽ വേണം ഇത് വെക്കാനായിട്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മരങ്ങളൊന്നുമില്ല, അതിന് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ വല്ല ഏതെങ്കിലും മാവിൻ്റെയോ മരത്തിൻ്റെയോ മരത്തിൻ്റെയൊക്കെ അടയ്ക്ക കുഴിച്ചിട്ടാൽ വളരെ സുഖമാണ്. അതിൻ്റെ കടയ്ക്ക് സ്വല്പമാണ് നീക്കിയിട്ട് കുഴിച്ചിടുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പടർത്തി കൊടുത്താൽ മതി. ഇപ്പം എനിക്കതിന് ഇതുപോലത്തെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, കരിശുമരമാണ് അത്. അപ്പോൾ അതുമ്പോൾ കയറിക്കോളും. അതുമ്പോൾ ഒരു 10 എണ്ണം ഉണ്ടായാലും നിങ്ങളുടെ കൊതി തീരും. കണ്ടോ, ഒരു കടയിൽ പോയിട്ട് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ 1 കിലോയ്ക്ക് 80 രൂപയാണ്. 80 അല്ല 200 രൂപ. 1 കിലോ 200 രൂപ. 1 കിലോ വെച്ചാൽ 2 പീസുള്ളൂ, ഒരെണ്ണത്തിന് 100. അപ്പോൾ ഇതുപോലെ ഉണ്ടോ കുഴി കുത്തുമ്പോൾ നമ്മൾ കുഴി കുത്തിയതിന് ശേഷം ഫസ്റ്റ് ടയർ വയ്ക്കണം, അതിന് ശേഷം ഈ മരം നാട്ടി കൊള്ളണം. അപ്പോൾ ഈ വർഷക്കാലത്ത് കുഴി കുത്തിയിട്ട് വയ്ക്കാൻ എളുപ്പമാണ്. ഒരു പിക്കാസക്കോ ഇളങ്ങൊക്കെ കുത്തിയതിന് 2 കലക്കി വരും. എന്നിട്ട് ഇതുപോലെ കണ്ടോ നല്ല കുത്തി അമർത്തി കൊള്ളണം. ഇല്ലെങ്കിൽ മഴക്കാലമായതുകൊണ്ട് വെള്ളം പോയിട്ട് ഈ കരിശിൻ്റെ കാലിൽ ചിലപ്പോൾ കട ചെയ്യൊന്നുമില്ല, എന്നാലും നമ്മൾ പിന്നെ ആദ്യം പണിയെടുക്കേണ്ടി വരും അത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ കുത്തി അമർത്താം. അപ്പോൾ ഇതുപോലത്തെ കരിശും കാല് നമ്മുടെ വീട്ടിലുണ്ടാവും. പിന്നെ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ഇത് കണ്ടോ, അതൊന്നും കമ്പിയൊന്നും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണ്ട. മിക്കവാറും വീടുകളിലൊക്കെ ഈ ട്രസ് അടിക്കുമ്പോൾ അതിൻ്റെ പീസുകളൊക്കെ ബാക്കിയുണ്ടാവും, അത് വെച്ച് കെട്ടിയാൽ മതി. അപ്പം നിങ്ങളുടെ സ്വന്തം കൃഷിയല്ലേ, സ്വന്തം അത്ര വലിയ ഭംഗിയൊന്നും വേണ്ട കണ്ടോ. അപ്പോൾ ഈ കരിശുമരത്തിനൊക്കെ നല്ല ഉറപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്തോ നിങ്ങൾ, വീട്ടിലൊക്കെ ആർക്കും ചെയ്യാൻ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടോ ആ ട്രസ് അടിച്ച എൻ്റെ സ്ക്വയർ ട്യൂബാണ്. ഈ സ്ക്വയർ ട്യൂബ് ആകുമ്പോൾ വെച്ച് കെട്ടാം. അപ്പോൾ പരമാവധി പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കരുത്. അപ്പം ഞാൻ എടുത്ത എന്ത് കയറാണ്, 10 രൂപ കൂടിയാലും അതിന് ശേഷം ഈ കമ്പി വയ്ക്കാണ്ടോ.
ഇതിന് ക്രോസ് ആയിട്ട് വേണം പ്ലസ് പോലെ അടുത്ത കമ്പി വെച്ചോണം, അല്ലെങ്കിൽ ടയർ ഇങ്ങോട്ട് താഴ്ത്തി വീഴും. ഇത് കണ്ടില്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറായിട്ടുണ്ടെങ്കിൽ ഈ മരം തടി വയ്ക്കാൻ എന്തെങ്കിലും കയറ് പതുക്കെ പൊട്ടി തുടങ്ങും. പിന്നീട് നമുക്കിത് പൊടിച്ചൊക്കെ ശേഷമാണെങ്കിൽ പ്ലാസ്റ്റിക് വള്ളി വെച്ചിട്ടോ നിങ്ങൾക്ക് കാശിന് ലാഭം വേണമെങ്കിൽ. കണ്ടോ, ഈ ടയറിന് വെറും 25 രൂപ. അത് തന്നെ നമ്മളുടെ മക്കൾക്ക് മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിലേ അതിൻ്റെ ടയറൊക്കെ കുറഞ്ഞെന്നുണ്ടെങ്കിൽ അത് വെള്ളമെടുത്ത് വെച്ച് പൊട്ടും. അപ്പോൾ അതിന് നല്ല ആ ടയർ 2 മാറ്റിയിട്ട് ഇതുപോലെ കൊണ്ട് എടുത്തോ. അപ്പോൾ 2 മരം കുഴിച്ചിടാം നിങ്ങൾക്ക്. അപ്പോൾ 25 രൂപ ലാഭമായി. ഇനി ആവശ്യമുള്ളത് എന്താണ്, ഈ ചെടി മേടിക്കണം. ചെടി അപ്പോൾ നിങ്ങൾ ഇത് അറിവില്ലാത്ത ആൾക്കാരാണ് നീ പരമാവധി ഏതെങ്കിലും നഴ്സറിയിൽ നിന്ന് അതിൻ്റെ ചെടി മേടിക്കുക. അപ്പോൾ അവരെ ഇപ്പോൾ പോളിത്തീൻ ബാഗിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അത് കൊണ്ടുപോയി. ഭാര്യ അന്വേഷിച്ച് വരണം, ചേട്ടനെ കണ്ടില്ല. ചേട്ടൻ ഈ പണി തിരക്കില്ലല്ലേ, അവൾക്ക് എന്താ അറിയാൻ കണ്ടില്ലേ. അപ്പോൾ അവൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും കൊണ്ട് വന്നേക്കണ്, ഇത് കഴിച്ചോളാൻ പറഞ്ഞിട്ട്. അപ്പം ഇത് കഴിച്ചാണെങ്കിൽ ഇതിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, നല്ല വിറ്റാമിൻ സാധനങ്ങളും. കണ്ടാൽ തന്നെ കൊതിയാവും, കണ്ടില്ലേ. അപ്പം ഞാൻ പണി നിർത്തി ഇങ്ങോട്ട് പോരണം. അവൾ കാണാണ്ടായപ്പോൾ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ ഭാര്യയുടെ പണി ഇതാണ്. എന്നെ കണ്ടില്ലെങ്കിൽ അപ്പോൾ അന്വേഷണം തുടങ്ങി. വയസ്സ് കുറയായി, എന്നാലും അതാ എപ്പോഴും അന്വേഷിക്കുക, എവിടെ പോയി കണ്ടോ. തൊലി കളഞ്ഞിട്ടുണ്ടോ. ഒക്കെ നല്ല രുചിയിൽ ഇവിടെ ഇരുന്ന് കഴിക്കാനെങ്കിൽ നല്ല രസമാണ്. ഈ പറമ്പിൽ തന്നെ കാറ്റത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ഒരു സ്വാദും പ്രത്യേക അനുഭൂതിയാണ്. കണ്ടോ, ഈ മണ്ണിനോട് മല്ലടിക്കുന്ന എനിക്ക് ഇവിടെ തന്നെ ഇരിക്കുന്ന കഴിക്കാനാണ് ഇഷ്ടം. കൊതുകൊക്കെ ഓരോന്നുണ്ട്. കൊതുക് ഉണ്ടെങ്കിൽ എന്നെ കടിക്കില്ല, കാരണം കൊതുക് കടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൊമ്പൊടിഞ്ഞു പോകും. ആകെ ഒരു ചെറിയൊരു നമ്മളുടെ ഇഞ്ചക്ഷൻ സൂചിയുടെ വണ്ണമില്ലാത്ത കൊതുകിൻ്റെ കാലിക്കൊക്കെ എന്നെയൊന്നും കുത്തിയ കാര്യമില്ല. നമ്മുടെ മസിൽമേ കൊത്തിട്ട് അവൻ്റെ ആ കൊമ്പൊടിഞ്ഞു